നമസ്കാരം. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനവിരുദ്ധ അട്ടിമറിയും അധികാര ദുർവിനിയോഗവുമൊക്കെ തന്നെ വെളിച്ചത്ത് കൊണ്ടുവന്ന നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് ഭരണകൂടത്തിൻ്റെ ഉന്നത തലങ്ങളിൽ നടന്നിരിക്കുന്ന അതീവ രഹസ്യമായ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായിട്ട് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. താൻ കേവലം ഒരു താൽക്കാലിക ഉപകരണം മാത്രമായിരുന്നുവെന്നും ഔദ്യോഗിക പദവികളും നയതന്ത്ര ചാനലുകളുമൊക്കെ തന്നെ ദുരുപയോഗം ചെയ്ത് വിദേശ രാജ്യങ്ങളിലേക്ക് കള്ളപ്പണം ഒഴുക്കാനും സ്വർണം കടത്താനും സംസ്ഥാനത്തെ ഭരണാധികാരികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഒരു സമാന്തര സിൻഡിക്കേറ്റ് തന്നെ സജീവമായി പ്രവർത്തിച്ചിരുന്നുവെന്നുമാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അന്വേഷണ ഏജൻസികൾക്ക് മുൻപാകെ സമർപ്പിച്ച രഹസ്യമൊഴി 164 സ്റ്റേറ്റ്മെൻറ്റിലെ അതീവ ഗൗരവമേറിയ വിവരങ്ങൾ ഓരോന്നായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അക്കമിട്ട് നിരത്തുമ്പോൾ അത് കേവലം ഒരു കള്ളക്കടത്ത് കേസ് എന്നതിനപ്പുറമായിട്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെയും അന്താരാഷ്ട്ര നയതന്ത്ര സുരക്ഷാ പ്രോട്ടോക്കോളുകളെയും ഒക്കെ തന്നെ പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ട് നടത്തിയ ഒരു സംഘടിത കൊള്ളയുടെ കൃത്യമായ ചിത്രമാണ് പുറത്തു കൊണ്ടുവരുന്നത്. UAE കോൺസുലേറ്റിന് ലഭിക്കുന്ന അന്താരാഷ്ട്ര നയതന്ത്ര പരിരക്ഷ, ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി, രാജ്യവിരുദ്ധ സാമ്പത്തിക ഇടപാടുകൾക്കായി എപ്രകാരമാണ് ഈ ഭരണകൂട സിൻഡിക്കേറ്റ് തന്ത്രപരമായി ഉപയോഗിച്ചതെന്ന് സ്വപ്ന സുരേഷ് വിശദീകരിക്കുകയാണ്. വിമാനത്താവളങ്ങളിലെ കസ്റ്റംസ് ഉൾപ്പെടെയുള്ള കർശനമായ സുരക്ഷാ പരിശോധനകളിൽ നിന്നും നിയമപരമായിട്ടുള്ള നടപടികളിൽ നിന്നുമൊക്കെ തന്നെ പൂർണ്ണമായ ഒഴിവാക്കൽ ലഭിക്കുന്ന പ്രത്യേക ബാഗേജുകൾ വഴി തുടർച്ചയായിട്ട് സ്വർണവും വിദേശ കറൻസികളും കടത്താൻ ഈ സംഘത്തിന് സാധിച്ചത് ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെയൊക്കെ നേരിട്ടുള്ള സംരക്ഷണം ഉള്ളതുകൊണ്ടാണ്. വിദേശ പ്രതിനിധികളുമായിട്ട് ഒപ്പിടുന്ന എല്ലാ വലിയ വികസന പദ്ധതികളുടെയും പിന്നിൽ കൃത്യമായ ശതമാനം കമ്മീഷൻ അത് നിശ്ചയിച്ചിരുന്നുവെന്നും അത് സുരക്ഷിതമായി കൈമാറാൻ ഔദ്യോഗിക സംവിധാനങ്ങൾ തന്നെ വഴിയൊരുക്കിയെന്നും അവർ ആരോപിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ നികുതിപ്പണവും സംസ്ഥാനത്തിൻ്റെ വികസനത്തിനായിട്ട് മാറ്റിവെക്കേണ്ട വിഭവങ്ങളുമൊക്കെ തന്നെ എപ്രകാരമാണ് ഭരണകർത്താക്കളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വ്യക്തിപരമായ ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ കെട്ടിപ്പടുക്കുന്നതിനായിട്ട് തിരിച്ചുവിട്ടതെന്ന കൃത്യമായ വിവരങ്ങൾ തനിക്കറിയാമെന്ന് സ്വപ്ന ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസിനുള്ളിൽ വെച്ച് നടന്ന അതീവ രഹസ്യമായിട്ടുള്ള ഇടപാടുകളെക്കുറിച്ചും കസ്റ്റംസ് പരിശോധനകളില്ലാതെ കടത്തിവിട്ട വിദേശ വസ്തുക്കളെക്കുറിച്ചുമുള്ള വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ ഭരണകേന്ദ്രങ്ങളെ നേരിട്ട് പ്രതികൂട്ടിലാക്കുന്നതാണ്. UAE കോൺസുൽ ജനറലിൻ്റെ ഔദ്യോഗിക വസതിയിലെ പാചകക്കാരൻ പ്രത്യേകമായി തയ്യാറാക്കുന്ന അതീവ ഭാരമേറിയ ചില വലിയ പാത്രങ്ങൾ യാതൊരുവിധ സുരക്ഷാ പരിശോധനകൾക്കും വിധേയമാക്കാതെ നേരിട്ട് ക്ലിഫ് ഹൗസിലേക്ക് എത്തിച്ചിരുന്നതായിട്ട് സ്വപ്ന വെളിപ്പെടുത്തുന്നു. ഈ വാഹനങ്ങൾ പുറപ്പെടുന്ന സമയത്ത് തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ IT സെക്രട്ടറിയും വിശ്വസ്തനുമായിരുന്ന ശിവശങ്കറിനെ വിളിച്ച് വിവരം അറിയിക്കുകയും മിനിറ്റുകൾക്കുള്ളിൽ സുരക്ഷിതമായിട്ട് അവ ക്ലിഫ് ഹൗസിൻ്റെ അടച്ചിട്ട മുറികളിലേക്ക് മാറ്റുകയും ചെയ്യുമായിരുന്നു. സാധാരണ പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് കോൺസുലേറ്റ് ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ അനുവാദമില്ലാതിരുന്നിട്ടും തനിക്ക് അത്തരം യാതൊരു വിലക്കുകളും ഉണ്ടായിരുന്നില്ലെന്നും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗത്തെ പോലെയാണ് താൻ അവിടെ പെരുമാറിയിരുന്നതെന്നും വ്യക്തമാക്കുന്ന സ്വപ്ന ഈ കടുങ്കൈകളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടെയുമാണ് നടന്നതെന്ന് അടിവരയിടുകയാണ്. കള്ളക്കടത്ത് കേസ് പുറത്തു വന്നതോടെ തനിക്കെതിരെ ഉണ്ടായ വധഭീഷണികളെക്കുറിച്ചും ജയിലിനുള്ളിൽ അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായിട്ടുള്ള മാനസിക പീഡനങ്ങളെക്കുറിച്ചും അതീവ വികാരഭരിതയായിട്ടാണ് സ്വപ്ന സംസാരിച്ചിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി താൻ ബംഗളൂരുവിലേക്ക് പോയപ്പോൾ താൻ അറിയാതെ തന്നെ വലിയൊരു കെണിയിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ഉടൻ തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് വിവരം അറിയിക്കുകയുമായിരുന്നു. കസ്റ്റംസിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് താൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ലെന്നും ഒന്നുകിൽ തന്നെ എന്നേക്കുമായി ഒളിവിൽ പോയ ഒരു കള്ളക്കടത്തുകാരിയായിട്ട് ചിത്രീകരിക്കുമായിരുന്നു, അല്ലെങ്കിൽ ജയിലിനുള്ളിൽ ആത്മഹത്യ ചെയ്തതായോ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടതായോ വരുത്തി തീർക്കുമായിരുന്നുവെന്നും അവർ ഭയത്തോടെ ഓർക്കുകയാണ്. ജയിലിൽ കടുത്ത നെഞ്ചുവേദന ഉണ്ടായപ്പോൾ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും പോലീസ് അധികാരികൾ വിമുഖത കാണിച്ചുവെന്നും പിന്നീട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെയൊക്കെ തന്നെ കർശനമായിട്ടുള്ള നിലപാടാണ് തൻ്റെ ജീവൻ രക്ഷിച്ചതെന്നും അവർ വ്യക്തമാക്കുകയാണ്. ഭരണകൂടത്തിലെ ഉന്നതന്മാരെ നിയമ നടപടികളിൽ നിന്നും ജനരോഷത്തിൽ നിന്നുമൊക്കെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് വേണ്ടി തനിക്കെതിരെ വ്യാജ യോഗ്യതാ സർട്ടിഫിക്കറ്റ് കേസ് ഉൾപ്പെടെയുള്ള നിരവധി കള്ളക്കേസുകൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്നും സ്വപ്ന സുരേഷ് ആരോപിക്കുന്നു. സ്പേസ് പാർക്കിലെ തൻ്റെ നിയമനം മുഖ്യമന്ത്രിയുടെയും ശിവശങ്കറിൻ്റെയും നേരിട്ടുള്ള താൽപ്പര്യപ്രകാരവും അവരുടെ സ്വാധീനം ഉപയോഗിച്ചും നടന്നതാണെന്നതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ട്. കോൺസുലേറ്റിൽ 5 സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള സെക്രട്ടറി എന്ന നിലയിൽ തൻ്റെ പ്രവർത്തന മികവും യോഗ്യതയും നേരിട്ടറിയാവുന്ന ഇവർക്ക് മുന്നിൽ താൻ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി പറ്റിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ഭരണാധികാരികളുടെയും ഒക്കെ തന്നെ യഥാർത്ഥ ലക്ഷ്യം തന്നെ നിരന്തരമായിട്ട് പീഡിപ്പിച്ച് മുൻപ് നൽകിയ 164 രഹസ്യമൊഴി അത് പിൻവലിപ്പിക്കുക എന്നതായിരുന്നുവെന്നും അതിനായി കടുത്ത സമ്മർദ്ദവും ഭീഷണിയുമാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്നും അവർ വെളിപ്പെടുത്തുന്നു. സംസ്ഥാനത്തിൻ്റെ അഭിമാന പദ്ധതികളായി ഉയർത്തിക്കാട്ടുന്ന K-ഫോൺ, K-റെയിൽ,
ലൈഫ് മിഷൻ തുടങ്ങിയ വൻകിട പ്രൊജക്റ്റുകളെല്ലാം വിദേശത്തു നിന്നും വിവിധ ആഗോള കമ്പനികളിൽ നിന്നുമൊക്കെ തന്നെ വൻതോതിൽ കമ്മീഷനുകളും സാമ്പത്തിക ആനുകൂല്യങ്ങളും കൈപ്പറ്റാൻ വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തവയാണെന്നാണ് സ്വപ്നയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. പ്രശസ്ത കൺസൾട്ടൻസി കമ്പനിയായിട്ടുള്ള PwC വഴി ഓരോ മാസവും വലിയ തുകകൾ കമ്മീഷനായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നുവെന്നും ഇതിൽ വളരെ ചെറിയൊരു തുക മാത്രമാണ് ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്തിയതെന്നും ബാക്കി തുകയെല്ലാം അണിയറയിലെ പ്രമുഖരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ഒഴുകുകയായിരുന്നുവെന്നും അവർ പറയുന്നു. ജനങ്ങളുടെ വ്യക്തിവിവരങ്ങളൊക്കെ വിദേശ കമ്പനികൾക്ക് വിറ്റഴിച്ച വിവാദമായ സ്പ്രിംഗ്ലർ ഇടപാടിൽ പോലും ഉന്നതരെ സംരക്ഷിക്കാനായിട്ട് ശിവശങ്കറിനെ കേവലം ഒരു ബലിയാടാക്കുകയായിരുന്നുവെന്നും അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി പോലും ഈ അഴിമതിക്കെതിരെ നിസ്സഹായയായിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഈ കള്ളക്കടത്ത് സിൻഡിക്കേറ്റിൻ്റെയും സാമ്പത്തിക ഇടപാടുകളുടെയും യഥാർത്ഥ മാസ്റ്റർ ബ്രെയിൻ മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ ബുദ്ധിയല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ശിവശങ്കറും അടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ കൂട്ടായ ആസൂത്രണമാണെന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കുന്നു. സങ്കീർണമായ പ്രൊജക്റ്റുകളെക്കുറിച്ചോ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചോ ആഴത്തിൽ പഠിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള താല്പര്യമോ സമയമോ മുഖ്യമന്ത്രിക്ക് ഇല്ലായിരുന്നുവെന്നും ഈ സംഘം തയ്യാറാക്കി നൽകുന്ന പദ്ധതികളിൽ വെറുമൊരു റബ്ബർ സ്റ്റാമ്പ് പോലെ ഒപ്പിടുക മാത്രമാണ് അദ്ദേഹം ചെയ്തതെന്നും അവർ പരിഹസിക്കുകയാണ്. വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് വൻതോതിൽ സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഈ കുടുംബത്തെ നയിച്ചിരുന്നതെന്നും വിദേശ രാജ്യങ്ങളിലെ വലിയ ബിസിനസ് ഗ്രൂപ്പുകളുമായി ഇവർക്ക് നേരിട്ടുള്ള സാമ്പത്തിക പങ്കാളിത്തമുണ്ടെന്നും സ്വപ്ന തുറന്നടിക്കുന്നു. അമേരിക്ക, ഫ്രാൻസ്, ജപ്പാൻ തുടങ്ങിയ ലോകത്തെ പ്രമുഖ സാമ്പത്തിക ശക്തികളായ രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ സിൻഡിക്കേറ്റിന് വൻതോതിലുള്ള സാമ്പത്തിക നിക്ഷേപങ്ങൾ ഉണ്ടെന്നും അവ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിനായിട്ട് വിദേശങ്ങളിൽ പ്രത്യേക പ്രതിനിധികളെയൊക്കെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തുന്നു. വൻകിട നിക്ഷേപകർക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ലഭിക്കുന്ന പ്രത്യേക തന്നെ സുരക്ഷയും ഒക്കെ തന്നെ ഉറപ്പാക്കിക്കൊണ്ട് തങ്ങളുടെ കള്ളപ്പണം സുരക്ഷിതമായി വിദേശ മണ്ണിലേക്ക് മാറ്റാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർത്ത് വിദേശത്തേക്ക് ചികിത്സയ്ക്കെന്ന വ്യാജേന കടക്കാനും പിന്നീട് ഒരിക്കലും മടങ്ങി വരാതിരിക്കാനുമുള്ള ആസൂത്രിതമായിട്ടുള്ള പദ്ധതികൾ പോലും അണിയറയിൽ തയ്യാറാകുന്നുണ്ടെന്നും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അട്ടിമറികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ വിരമിച്ച ശേഷവും വിദേശ കമ്പനികളുടെ സ്റ്റാർട്ടപ്പ് കൺസൾട്ടൻസിയായിട്ട് മാറി തടിയൂരാനായിട്ട് ശ്രമിക്കുകയാണെന്നും അവർ ആരോപിക്കുകയാണ്. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന 1 കോടി രൂപയുടെ നേരിട്ടുള്ള കോഴ ഇടപാടുകൾ തൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും ലോക്കറുകൾ വഴിയുമാണ് കൈകാര്യം ചെയ്തതെന്നും ഇതിന് കൃത്യമായ ഡിജിറ്റൽ തെളിവുകളൊക്കെ തന്നെ തൻ്റെ കൈവശമുണ്ടെന്നും സ്വപ്ന വ്യക്തമാക്കുന്നു. ഇത്തരം വൻകിട ഇടപാടുകളെല്ലാം തന്നെ ബാങ്ക് ചാനലുകൾ ഒഴിവാക്കി നേരിട്ടുള്ള കള്ളപ്പണമായിട്ട് ഫിസിക്കൽ ക്യാഷായി മാത്രമാണ് കൈമാറിയിരുന്നത്. മുൻ നിയമസഭാ സ്പീക്കർ ഉൾപ്പെടെയുള്ള ഭരണകർത്താക്കൾ കോൺസുലേറ്റുമായിട്ട് നിരന്തരം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നുവെന്നും സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ ദാരിദ്ര്യത്തിലും അതോടൊപ്പം തന്നെ കഷ്ടപ്പാടിലും കഴിയുമ്പോൾ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർ കോടികളുടെ ആസ്തിയാണ് വിദേശത്ത് സമ്പാദിച്ചു കൂട്ടിയതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ കള്ളക്കടത്ത് സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പൂർണ്ണമായ തെളിവുകൾ നൽകിയിട്ടുണ്ടെന്നും അവർ അവകാശപ്പെടുകയാണ്. മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും ചേർന്ന് വിദേശത്ത് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കാണിച്ച അമിതമായിട്ടുള്ള സാമ്പത്തിക അത്യാഗ്രഹമാണ് ഈ തകർച്ചയ്ക്ക് മുഴുവൻ കാരണമായതെന്നും സ്വപ്ന സുരേഷ് കുറ്റപ്പെടുത്തുകയാണ്. ബംഗളൂരുവിൽ ഓഫീസ് പോലുമില്ലാത്ത വെറുമൊരു പേപ്പർ കമ്പനിയായ എക്സാലോജിക്കിൻ്റെ മറവിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ ഇതിന് വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ്. തനിക്ക് ബംഗളൂരു ഓഫീസിലേക്ക് സ്ഥലമാറ്റം വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും താൻ അത് നിരസിക്കുകയായിരുന്നു. ഔദ്യോഗിക പദവികളുടെയൊക്കെ തന്നെ അഹങ്കാരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം സാധാരണ ചെലവുകൾക്കായി മാത്രം ഉപയോഗിക്കുന്ന ഇവർക്ക് വിദേശത്തു നിന്ന് വരുന്ന കോഴപ്പണം വെറുമൊരു നിസ്സാര തുക മാത്രമായിരുന്നുവെന്നും സാധാരണക്കാരായ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് നടത്തിയ ഈ കൊള്ളയ്ക്ക് കാലം മറുപടി നൽകുമെന്നും സ്വപ്ന പറയുന്നു. എത്ര വലിയ ആസൂത്രിതമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയാലും അതിൽ ഏതെങ്കിലും ഒരു തെളിവ് അവശേഷിക്കുമെന്ന പ്രകൃതി നിയമം ഈ കേസിലും പ്രകൃതി നടപ്പിലാക്കിയിട്ടുണ്ടെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഇപ്പോൾ ശരിയായിട്ടുള്ള ട്രാക്കിലാണെന്നും സ്വപ്ന ഇവിടെ പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ ജന്മനാടായിട്ടുള്ള പിണറായിയിലെ വസ്തുവകകളിലും ഭൂമി ഇടപാടുകളിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്ന സമഗ്രമായിട്ടുള്ള പരിശോധനകൾ ഇതിൻ്റെ തെളിവാണ്. ഇവരുടെ ബിസിനസ് പങ്കാളിത്തം മൂലം കടുത്ത സാമ്പത്തിക നഷ്ടവും വഞ്ചനയും നേരിടേണ്ടി വന്ന പല വിദേശ മലയാളി വ്യവസായികളും ഇപ്പോൾ രഹസ്യമായി താനുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ നിർണായകമായിട്ടുള്ള രേഖകളും കരാറുകളും പുറത്തുവരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതർ നേരിട്ട് ഇടപെട്ട് കസ്റ്റംസ് അധികാരികളെ സ്വാധീനിക്കാനും നയതന്ത്ര ബാഗേജ് പരിശോധന കൂടാതെ വിട്ടുകിട്ടാനും ശ്രമിച്ചത് മൂലമാണ് ഈ അഴിമതിയുടെയൊക്കെ തന്നെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടാൻ തുടങ്ങിയതെന്നും സ്വപ്ന ഇവിടെ പറയുകയാണ്. തനിക്കെതിരെ ദേശവിരുദ്ധ കുറ്റം UAPA ചുമത്തി ജയിലിലടച്ചപ്പോൾ താൻ ഇനി ഒരിക്കലും വായ തുറക്കില്ലെന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ കസ്റ്റംസിനും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും താൻ നൽകിയ മൊഴികളും തെളിവുകളുമൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറായാൽ മുൻ ഭരണതലത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും അഴിക്കുള്ളിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്ന സുരേഷ് തൻ്റെ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ്.